ഹായ് ഫ്രണ്ട്സ്, തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഇവളുടെ അരങ്ങേറ്റത്തിൻ്റെ ദിവസമാണ് കേട്ടോ. അവൾ ഭരതനാട്യം പഠിക്കുന്നത് ഇപ്പോൾ ഒരു കൊല്ലമായിട്ടുള്ള പഠിച്ചു തുടങ്ങിയിട്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പഠിക്കാൻ പറ്റിയത്. കാരണം അവൾ നന്നായി ഡാൻസ് കളിക്കും. പിന്നെ ഞങ്ങൾ 3 പെൺകുട്ടികളാണെന്നറിയാലോ. അപ്പോൾ 3 പേരും ഇതാണ് കേട്ടോ അവളുടെ ടീച്ചർ. പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക ഇതൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെറുപ്പത്തിൽ വിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ നിർത്തി. അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഭരതനാട്യം പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ അവളുടെ ചേട്ടൻ ഹസ്ബൻഡ് സാധിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അവളുടെ ജീവിതത്തിൽ എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഡേ എന്നൊക്കെ പറയണ ഒരു ഡേ തന്നെയായിരുന്നു. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ ഫാമിലി. അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അരങ്ങേറ്റത്തിന്. നമ്മൾ ചേട്ടൻ സപ്പോർട്ടാണെന്ന് വെച്ചാലും പലപ്പോഴും നമ്മുടെ വീട്ടുകാരും കൂടി സപ്പോർട്ടാവണമല്ലോ. ചേട്ടൻ്റെ വീട്ടുകാരും കൂടി സപ്പോർട്ടാവണം. അതിനവൾക്ക് ഭാഗ്യമുണ്ട്. കാരണം വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഡാൻസ് പഠിക്കുന്നതിനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെയും കൂടി ഒരു സപ്പോർട്ടും കൂടി കാരണമാണ് അവൾക്ക് പഠിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീച്ചർ കേട്ടോ. എനിക്ക് തോന്നുന്നു ടീച്ചർ അവളെ നല്ലോണം കംഫേർട്ട് ആക്കിയിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ. ടീച്ചർക്കും അതേപോലെ തന്നെ അതേട്ടോ, നല്ലൊരു ടീച്ചറാണ്. നന്നായിട്ട് പഠിപ്പിക്കാനും നമുക്ക് സംസാരിക്കുമ്പോഴും ആയിട്ടൊക്കെ നല്ലൊരു പെരുമാറ്റവും നന്നായിട്ട് അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ടീച്ചർക്കും കൂടി താങ്ക്സ് പറയാണ് കേട്ടോ. അവൾ അത്രയും നന്നായിട്ട് അവളത് പഠിച്ചിട്ടുണ്ട്. പിന്നെ അവൾ മാത്രമല്ല അവിടെ അരങ്ങേറ്റം ചെയ്യുന്ന ദിവസം അവളുടെ അനിയൻ്റെ 2 മക്കളും ഉണ്ട് കേട്ടോ. ചേട്ടൻ്റെ അനിയൻ്റെ 2 മക്കളും ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഇടയിൽ കയറി വന്നത് ഇത് ഞങ്ങളുടെ തോറ്റായിരുന്നു കേട്ടോ അന്നേ ദിവസം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഗുരുവായൂർ ഇറങ്ങേറ്റത്തിന് പോകുന്നത്. അപ്പോൾ രാവിലത്തെ ഉച്ചയ്ക്കത്തെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോവാണ് ഇറങ്ങേറ്റതിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തെ എഴുന്നള്ളിപ്പ് കുറച്ച് മിസ്സായി. 15-ാം തീയതി തന്നെ തോറ്റം ഇറങ്ങേറ്റം. അപ്പം ഞങ്ങൾ 5 മണിക്കാണ് ഉള്ള ഇറങ്ങേറ്റം. ആരോട് പറഞ്ഞേ? അത് ശരി. ഹായ്. ഇതിൽ ഭയങ്കര സങ്കടം ഉണ്ടായ കാര്യം നമ്മുടെ അനിയനിരിക്കുന്നുണ്ട്. അവന് തലേദിവസം ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവന് വരാൻ പറ്റില്ല. അതിൻ്റെ ഭയങ്കര വിഷമത്തിലും കരച്ചിലില്ലായിരുന്നു അവൾ. കാരണം ഞങ്ങളെല്ലാവരും ഉണ്ടാവണം എന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അമ്മായിമാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളിങ്ങനെ മുന്നേ തന്നെ ഇറങ്ങിയിട്ടതിന് അവരൊക്കെ വരണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ തോറ്റം കൂടി ആയ കാരണം അവർക്ക് വരാൻ പറ്റില്ല. പിന്നെ അച്ഛന്മാരുടെ അടുത്തും ആരും ഇല്ലാണ്ട് രണ്ടും ഒരുമിച്ചായ കാരണമാണ്. അല്ലെങ്കിൽ നമ്മൾ അടിച്ചു പൊളിച്ച് എല്ലാവരും കൂടി കാണേണ്ട ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അവർക്കും ഭയങ്കര വിഷമമായിട്ടാണ് അത് കാണാൻ പറ്റാത്ത കാരണം. പിന്നെ അവൾ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം, നല്ല ഭംഗിയിൽ വന്നോളൂ, സിമ്പിളാവരുത്, നല്ലോണം ഒരുങ്ങിയൊക്കെ വന്നോളൂ എന്നാണ്. അപ്പം ഞങ്ങൾക്ക് തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെയൊക്കെയാണ് വന്നത്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. വലിയ ആർഭാടത്തിൽ ഉണ്ടാവാത്തേക്കാളും നല്ലത് ഇങ്ങനെയാണ്. എനിക്ക് അവളെ ആ വേഷത്തിൽ കാണാനാണ്. ഡാൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ഒരു ലുക്കിൽ എങ്ങനെയാവുമെന്ന് അറിയില്ല. എനിക്ക് ആ ലുക്കിൽ ഫസ്റ്റ് ടൈം കാണണം എങ്ങനെയാവും. ഫുൾ നമുക്കിങ്ങനെ എന്താ പറയുക, നിൽക്കാനും ഇരിക്കാനും നേരമില്ലാത്ത പോലെ ആയല്ലോ. നമുക്കത് രണ്ടും കൂടി ഒരുമിച്ചായ കാരണം അതിൻ്റെ ഒരു തിക്കും തിരക്കുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേഗം നമുക്ക് നമ്മുടെ വൈകുന്നേരത്തെ എഴുന്നള്ളിപ്പ് ആവണേക്കാളും മുമ്പ് പോകണം. രണ്ടും നമുക്ക് മിസ്സാവാൻ പറ്റില്ല. നമ്മൾ രണ്ടും തോറ്റെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു വർഷത്തിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അരങ്ങേറ്റം എന്ന് പറയുന്നത് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം. നമുക്കും അതേപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണല്ലോ അവളുടെ അരങ്ങേറ്റം എന്ന് പറയുന്നത്. നമ്മളും അത് കാണാനായിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇരിക്കണതായിരുന്നു. അപ്പോൾ ഒരുമിച്ച് ആവില്ലേന്ന് പ്രാർത്ഥിച്ചിരുന്നിട്ട് നമുക്ക് എന്താ പ്രാർത്ഥന ഫലിച്ചില്ല. പക്ഷെ ഒരുമിച്ച് ഒരു ദിവസം തന്നെയായി. അപ്പോൾ മീൽക്കുട്ടനൊക്കെ നോക്കി വെക്കാം കേട്ടോ ലിഫ്റ്റിൽ കയറിയിട്ട്. അപ്പോൾ അപ്പോൾ അവിടെ എത്തിയിട്ടാ. അവിടുത്തെ ഞങ്ങൾ അത്ര നേരം വൈകിയില്ല. നമ്മളൊരു 3:30 ഒക്കെ ആവാറായപ്പോൾ തന്നെ എത്തിയിരുന്നു. 5 മണിക്കാണ് ഡാൻസ് ഉണ്ടായിരുന്നത്. വേഗം തന്നെ എത്തിയിരുന്നു. നമ്മൾ അവിടെയാണ് കുറച്ച് മിസ്സായത്, തോറ്റത്തിൻ്റെ എഴുന്നള്ളിപ്പിൻ്റെ അത് കുറച്ച് മിസ്സായി. ഇവിടെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വരുമ്പോൾ കമ്മലതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് വരികയാണ് കേട്ടോ. സിദ്ധുവും അവരുടെ ഒപ്പമാണ് കേട്ടോ. ചേട്ടൻ്റെ അവിടെ വീട്ടിൽ നിന്നാണ് വരുന്നുണ്ടായിരുന്നത്. വസു നമ്മുടെ ഒപ്പമാണ് വന്നത്. പിന്നെ അനയ്ക്കും വരാൻ പറ്റിയില്ല, പൊന്നപ്പനും വരാൻ പറ്റിയില്ല.
അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുമ്പോൾ ഇനി ടയേർഡ് ആവണ്ടല്ലോ. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് അമ്പലത്തേക്ക് കയറിയിട്ട് പിന്നെ എവിടെയാണെന്ന് നമുക്ക് നോക്കണം. സ്റ്റേജൊക്കെ എവിടെയാണെന്ന് അറിയാനല്ലോ. അതിൻ്റെ ഇടയിൽ മിഴിയുടെ ചെരുപ്പ് കാണാണ്ട് അത് തപ്പാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ നോക്കിക്കാണ് കേട്ടോ. അച്ഛൻ ലാസ്റ്റ് കിട്ടി. അവളവിടെ കുറേ ഇങ്ങനെ കിടക്കുന്നിടത്ത് ചെരുപ്പുകൾ ഊരിയിട്ട് കണ്ടപ്പോൾ അവൾ അവിടെ ചെരുപ്പ് ഊരിയിട്ടിരുന്നു. ഞങ്ങളത് അറിഞ്ഞില്ല. അപ്പോൾ അത് നോക്കാനായിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവളെ കാണാനായിട്ട്. എങ്ങനെയായിരിക്കും ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ആയിട്ടല്ലേ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് കാണുന്നത്. ഡാൻസിൻ്റെ പരിപാടിക്കൊന്നും ഇങ്ങനെ അവൾ മേക്കപ്പ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സിദ്ധുവും ഞങ്ങളെ കണ്ടപ്പോൾ വേഗം വരിക കേട്ടോ. ദേ വന്നു. മേക്കപ്പൊക്കെ ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. ഭയങ്കര ഷോയായിരുന്നു. ആ ഡ്രസ്സിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു. അവൾക്കാണെന്ന് വെച്ചാൽ അത് കൂടുതൽ നല്ല ഭംഗി കൊടുക്കണ്ടായിരുന്നു. അവൾക്കും അമ്പിക്കായിരുന്നു കേട്ടോ അത് സെയിം കോസ്റ്റ്യൂം. അപ്പോൾ അത് എല്ലാവരും അവിടെ അവരുടെ അച്ഛനും അമ്മയും അമ്മായിയും ചേട്ടനും ചേച്ചിയും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് രാവിലത്തെ അമ്മു ചേച്ചിയാണ് കേട്ടോ. അതെ രാവിലത്തെ വീഡിയോസൊക്കെ എടുത്ത് തന്നത് ചേച്ചിയാണ് കേട്ടോ. ചേച്ചി എനിക്കായാലും ചേച്ചിക്കായാലും വരാൻ പറ്റില്ല തോറ്റായ കാരണം. അപ്പോൾ രാവിലെ തന്നെ അവളുടെ ഒപ്പം പോയിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് നിന്നത് ചേച്ചിയാണ് കേട്ടോ. ഋതു നോട്ടെ അമ്പോ സുന്ദരി കേട്ടാ അല്ല ഗമരി മഗരി സനി രേ സ പമ ഗമ മഗരി സനി രി സ ഗമ സനി സ ധനി മദ ഗമരി ഗ സ നി സ ധ നി സ നി സ മ ഗ ഗ നി സ പ മ മ ഗ സനി സ ഗ മ ഗ രി നി ദ മ മ ഗ ഗ മ ഗ ഗ ഗ മ രി ഗ നി രി നി ഗ രി മ ഗ രി സ പ മ ധ മ നി ധ നി മ ദ ഗ മ രി ഗ സ ഗ മ ഗ മ രി സ നി രി സ പ മ ഗ മ ധ മ ഗ രി സ നി രി സ ഗമ സ നി സ ധ നി മ ദ ഗ മ രി ഗ സ നി സ ധ നി സ മ ഗ ഗ നി സ പ മ മ ഗ സ നി സ ഗ മ ഗ രി നി ദ മ മ ഗ ഗ മ ഗ ഗ ഗ മ രി ഗ നി രി നി ഗ രി മ ഗ രി സ. അപ്പോൾ ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. അവർ ബാക്കിക്കൂടെ വരാമെന്ന് പറഞ്ഞു. കുറച്ച് ഇമോഷണൽ ആയോ എന്നൊരു ഡൗട്ടുണ്ട്. അച്ഛനമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. രണ്ടുപേരുടെയും കണ്ണൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേച്ചിയും കരഞ്ഞു. അവിടെ ഞാൻ കരയില്ലേ അവനെ പിടിച്ച് നിർത്തിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അവിടേക്ക് പോവാണ് കേട്ടോ. അതേ ചേച്ചിയുടെ ചേട്ടൻ്റെ മേമയും പിന്നെ വെലിശൻ്റെ മോളൊക്കെ വന്നിരുന്നു കേട്ടോ. എല്ലാവരും വന്നപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് ഇങ്ങനെ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി പിന്നെ പിള്ളേരുടെയും അരങ്ങേറ്റമൊക്കെ കാണാനൊക്കെ ആയിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ അമ്പിക്ക് ഇതുവിനും അവരെ വലിയമ്മേരൊപ്പം തന്നെ അരങ്ങേറ്റം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഒരുമിച്ച് 3 പേർക്കും ഒരുമിച്ച് ഒരു വേദിയിൽ അരങ്ങേറ്റം ചെയ്യാനും ഒരു ഭാഗ്യം കിട്ടിയിട്ടാണ്. അപ്പോൾ അതേ ഓമിന് അച്ഛൻ ഗുരുവായൂർ കേശവനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് സ്റ്റേജിലേക്ക് പോവാണ് കേട്ടോ. ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മുടെ ചേച്ചി യാത്രയാകുമ്പോൾ തൊട്ടിട്ട് അവിടെ നമ്മുടെ
ചിഞ്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ചേച്ചിയാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത ചേച്ചി എന്നൊന്നും പറയാൻ പറ്റില്ല, അത് ഞങ്ങളുടെ ചേച്ചി തന്നെയാണ്. ഇവരുടെയൊക്കെ സെയിം ഏജാണ് കേട്ടോ. അപ്പോൾ ചിഞ്ചേച്ചി അവിടെയാണ്, ചിഞ്ചേച്ചിയുടെ കല്യാണം കഴിച്ച് നോക്കുന്നത് ഗുരുവായൂരാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അവിടെ അടുത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി വന്നിരുന്നു, കുറേ നേരം വന്നിട്ട് അവളെ കണ്ടിട്ടാണ് പോയത്. പിന്നെ ഡാൻസ് കളിക്കുമ്പോഴും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് ഞങ്ങൾക്ക് ഫസ്റ്റ് റോ കിട്ടിയതല്ല, നമ്മൾ ബാക്കിലായിരുന്നു. പിന്നെ അവർ കളി കഴിഞ്ഞ് കളിക്കുന്ന ആൾക്കാരുടെ കളി കഴിഞ്ഞപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ പോയപ്പോൾ ഞങ്ങൾ വേഗം കയറി ഫസ്റ്റ് റോയിൽ തന്നെ ഇരുന്നതാണ് കേട്ടോ. നമ്മുടെ ഡാൻസൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. നല്ലോണം കളിച്ചു കേട്ടോ. എല്ലാ പിള്ളേരും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി അതെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കളിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ
ബാക്ക് സ്റ്റേജിൽ നിൽക്കുകയാണ് കേട്ടോ അവർ ഇറങ്ങണത് നോക്കിയിട്ട്. മിഴിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് പുത്തമ്മേനെ കാണണം എന്ന് പറഞ്ഞിരിക്കുന്നു. കളിക്കുമ്പോൾ എന്നെ സ്റ്റേജിലേക്ക് ഓടാൻ നിൽക്കുകയായിരുന്നു. തെറ്റിക്കാണ്ട് കളിച്ചില്ലേ നല്ലോണം എക്സ്പ്രഷൻ ഇട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് അമ്മേനെ കാത്ത് നിൽക്കണ നോക്കിട്ട് കുട്ടികള് അമ്മ നോക്കി ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ, അമ്മ വരും, വന്നിട്ട് പറയണം. മിരി ജ്യൂസ് വേണം അമ്മ. കണ്ടില്ല അവള് വരണ്ടേ. അപ്പോൾ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ദേ എല്ലാവരും ഇറങ്ങി വരികയാണ് കേട്ടോ. അവൾ ദേ പുത്തമ്മേനെ അന്വേഷിച്ച് അവിടത്തോളം വരെ പോയി പുത്തമ്മയുടെ കൈ പിടിച്ച് തന്നെയാണ് ഇറങ്ങിയത് കേട്ടോ. നമുക്കവിടെ സമാധാനത്തിൽ നിന്ന് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടക്കാനൊന്നും പറ്റിയില്ല. കാരണം നമുക്ക് വൈകുന്നേരം എഴുന്നള്ളിപ്പിൻ്റെ സമയമാകുമ്പോഴേക്കും വരേണ്ടത് കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ധൃതി കൂട്ടിയിരുന്നത്. അമ്മയുടെ സ്നേഹപ്രകടനം, അമ്മയ്ക്ക് ഇങ്ങനെ കരച്ചിൽ വന്നിട്ട് വയ്യ മോൾ ആ വേഷത്തിൽ കണ്ടപ്പോൾ. അമ്മ ചിലപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. എൻ്റെ അമ്മ അങ്ങനെ കുറേ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും പറയാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം നേടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും അമ്മ വെച്ചിട്ടുണ്ടെങ്കിലും. ഇവള് പാട്ടൊക്കെ പാടുമായിരുന്നു പണ്ട്. പിന്നെ അങ്ങനെ പാടാണ്ടായി തീരെ. അവൾ തന്നെ പ്രാക്ടീസ് ചെയ്യാണ്ടൊക്കെ ആയിട്ട് ഇപ്പോൾ അതൊക്കെ പോയി കയ്യിൽ നിന്ന്. ഇനിയും പാട്ടും ഡാൻസും കഴിവ് കുറേ ഉള്ള ആളാണ്. അപ്പോൾ അതൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഋതു വന്നപ്പോൾ ഋതുവിന് ഇങ്ങനെ ചൊറിയാൻ നിൽക്കുകയാണ് കേട്ടോ ബസ്സൊക്കെ. അപ്പോൾ എല്ലാവരും വന്ന് പറയുന്നുണ്ട് ഋതുവിൻ്റെ അടുത്ത്. ഋതുവിൻ്റെ എക്സ്പ്രഷനൊക്കെ സൂപ്പറായിരുന്നു, നല്ലോണം ഇട്ട് കളിക്കേണ്ടിയിരുന്ന ആൾ. അപ്പോൾ അതേ ഡാൻസിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛന് മറ്റേ ഇതിലുണ്ട് കേട്ടാ, ദക്ഷിണ കൊടുക്കാറായി പക്ഷെ നല്ലോണം കരയാറായിണ്ടായിരുന്നു അച്ഛൻ. നല്ലോണം കരയാറായിണ്ട്. തുടങ്ങിയപ്പോ അച്ഛന്റെ കണ്ണെന്തിനു നോക്കണി കണ്ണ്. സുന്ദരി നല്ലോണം എക്സ്പ്രഷൻ ഇട്ട് കളിച്ചിട്ട് നല്ല ഭംഗിണ്ടായിരുന്നു കളിക്കുന്നതാണ്. എന്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ ഇതേ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തത് അവളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ വീട്ടിലേക്ക് പറഞ്ഞാൽ അമ്പലത്തേക്ക് തോറ്റായതുകൊണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ദേ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. എല്ലാം നന്നായി നടന്നു എന്നുള്ളതൊക്കെ, എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു. നമുക്ക് കൂടാൻ പറ്റി. തോറ്റത്തിനും അവളുടെ അരങ്ങേറ്റത്തിനും ഒക്കെ കൂടാൻ പറ്റി. പിന്നെ അവളുടെ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയൊരു സ്വപ്നം നടന്നതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവൾ ഡാൻസ് തുടർന്ന് പഠിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം ഒരു വിഷമം. അവനെ അവിടെ ചെന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.